ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമുക്ക് നാരായണീയം 35-ാമത്തെ ദശകം നോക്കാം. ഇതിലെ രാമായണ കഥ രണ്ടാമത്തെ ഭാഗമാണ്. രാമായണ കഥയുടെ സുഗ്രീവ സഖ്യം മുതൽ രാമായണ കഥ വരെയുള്ള സംഭവങ്ങളാണ് മേൽപ്പത്തൂർ വളരെയധികം ചുരുക്കി വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ സുഗ്രീവ സഖ്യവും ബാലിവധവുമാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം: നീതഃ സുഗ്രീവമൈത്രീം തദനു ഹനുമത ദുന്ദുപേഃ കായമുച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ടേന ഭൂയഃ ലുലവിധ യുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലം അനൈഷീഃ വിരഹതരളിതഃ ത്വം മതംഗാശ്രമാന്തേ. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുപേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിധ യുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർ വിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തേ. തദനു ഹനുമതോ സുഗ്രീവ മൈത്രീം നീതഃ. ഹനുമാനുമായി കണ്ടുമുട്ടിയതിനു ശേഷം, അപ്പോൾ പമ്പാതീരത്ത് വെച്ച് ഹനുമാനെ കണ്ടുമുട്ടി ഭഗവാൻ അത്യധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞാണ് 34-ാമത്തെ ദശകം അവസാനിപ്പിച്ചത്. അപ്പൊ ഇവിടെ പറയുന്നു, ഹനുമാനെ കണ്ടുമുട്ടിയതിന് ശേഷം ഹനുമാനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യപ്പെട്ട അല്ലയോ ഭഗവാനെ, അവിടുന്ന് ദുന്ദുപേഹേ കായം അങ്കുഷ്ടേന ഉച്ചൈഹി ക്ഷിപ്ത്വാ. ദുന്ദുബി എന്ന അസുരന്റെ ശരീരത്തെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഉയരെ എടുത്തെറിഞ്ഞിട്ട് ഭൂയഃ പത്രിണ സപ്തസാലാൻ യുഗപത് ലുലവിധ. പിന്നീട് ഒരു ശരം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെയും ഒപ്പം മുറിച്ചു കളഞ്ഞിട്ട് സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം. സുഗ്രീവനെ കൊല്ലാൻ മുതിർന്ന അതുല്യബലവാനായ ബാലിയെ വ്യാജവൃത്യാഹത്വ ഒളിയമ്പെയ്ത് കൊന്നിട്ട് വർഷാവേലാം ത്വം വിരഹതരളിത. വർഷക്കാലം മുഴുവനും അല്ലയോ ഭഗവാനെ, അവിടുന്ന് സീതാവിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് മതംഗാശ്രമാന്തേ അനൈഷീഹി, മതംഗ മഹർഷിയുടെ ആശ്രമത്തിനടുക്കൽ കഴിച്ചുകൂട്ടിയല്ലോ. സുഗ്രീവ സഖ്യം മുതൽ ബാലിനിഗ്രഹം വരെ കുറേയധികം കഥകൾ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകം വിവരിച്ചിരിക്കുന്നത്. പമ്പാതീരത്ത് വെച്ച് ഹനുമാനെ കണ്ടുമുട്ടിയപ്പോൾ ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂർ രാമായണ കഥയുടെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചത്. അങ്ങനെ ഹനുമാനെ കണ്ടുമുട്ടിയതിന് ശേഷം ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവന്റെ അടുത്തേക്ക് കൊട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് ഈ ഒരു ശ്ലോകം തുടങ്ങുന്നത്. കിഷ്കിന്ധ രാജ്യത്തിലെ രാജാവാണ് ബാലി. ബാലിയുടെ സഹോദരനാണ് സുഗ്രീവൻ. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ബാലി സുഗ്രീവനെ രാജ്യത്ത് നിന്നും ആട്ടിയോടിക്കുകയാണ്. അങ്ങനെയാണ് സുഗ്രീവൻ ഋഷ്യമുഖം എന്നൊരു പർവ്വതത്തിൽ വന്ന് അഭയം തേടിയിരിക്കുകയാണ്. ഇവിടേക്കാണെങ്കിൽ ബാലിക്ക് വരാനും സാധിക്കില്ല. കാരണം ബാലിക്ക് ഒരു ശാപമുണ്ട്. പണ്ട് ദുന്ദുബി എന്നിട്ടുള്ളൊരു അസുരനുമായിട്ട് ബാലി ഏറ്റുമുട്ടുകയുണ്ടായി. അങ്ങനെ ആ ദുന്ദുബിയെ വധിച്ച് ദുന്ദുബിയുടെ ജഡം വലിച്ചെറിയുകയാണ് ബാലി ചെയ്യുന്നത്. ആ ജഡം വന്ന് വീഴുന്നത് ഋഷ്യമുഖം എന്ന പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന മതംഗമുനിയുടെ ആശ്രമത്തിലായിരുന്നു. തൻ്റെ ആശ്രമം കളങ്കപ്പെടുത്തിയ ബാലിയെ മതംഗമുനി ശപിക്കുകയാണ്. ഇനി മേലിൽ ബാലി ഈ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞായിരുന്നു ശാപം. മാത്രമല്ല സുഗ്രീവന്റെ ഭാര്യയെ ബലാത്കാരേണ ബാലി തൻ്റെ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ രാജ്യവും കുടുംബവും ബന്ധുക്കളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന സുഗ്രീവന്റെ അടുത്താണ് ശ്രീരാമൻ എത്തുന്നത്. അങ്ങനെ ശ്രീരാമനും സുഗ്രീവനും സഖ്യം ചെയ്യുന്നു. ബാലിയെ വധിച്ച് കിഷ്കിന്ധ വീണ്ടും എടുത്തു കൊടുക്കാമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്യുന്നു. സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്യുന്നു. ബാലിയെ വധിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് സുഗ്രീവന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിനുവേണ്ടി ശ്രീരാമൻ പണ്ട് ബാലിയുടെ കൈകൊണ്ട് എടുത്തെറിയപ്പെട്ട ആ ദുന്ദുബിയുടെ ശരീരം തൻ്റെ പെരുവിരൽ കൊണ്ട് എടുത്തെറിയുകയും
7 സാലവൃക്ഷങ്ങളെ ഒരു ശരം കൊണ്ട് പിളർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തനിക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കുമെന്ന് സുഗ്രീവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ശ്രീരാമൻ. പിന്നീട് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിൽ സുഗ്രീവൻ തളർന്ന അവശനാകുന്ന സമയത്താണ് അധർമ്മിയായ ബാലിയെ ശ്രീരാമൻ ഒരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്ത് വധിക്കുന്നത്. തൻ്റെ നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ബലം കൂടി ബാലിക്ക് ലഭിക്കുമെന്നൊരു വരം ബാലിക്ക് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വരം നിമിത്തമാണ് അധർമ്മിയായ ബാലിയെ ശ്രീരാമന് ഒളിയമ്പെയ്ത് വധിക്കേണ്ടി വന്നത്. അങ്ങനെ വർഷക്കാലം വന്നു. വർഷക്കാലം സീതാന്വേഷണത്തിന് പറ്റിയൊരു സമയമല്ലാത്തത് കൊണ്ട് ആ കാലം കഴിയുന്നത് വരെ ശ്രീരാമൻ സീതയെക്കുറിച്ച് ഓർത്ത് വിരഹദുഃഖം സഹിച്ചുകൊണ്ട് മതങ്കാശ്രമ പരിസരത്തങ്ങനെ കഴിച്ചുകൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുബേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാവേലാമനൈഷീർ വിരഹതരളിതസ്ത്വം മതങ്കാശ്രമാന്തേ.